പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി ബിബിജി റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 2005-ൽ അന്നത്തെ UPA സർക്കാർ തുടങ്ങിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നായിരിക്കും എന്നതാണ് ഈ ബില്ലിൽ പറയുന്നത്. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമായും ഈ ബില്ലിൽ പറയുന്നത്. ഗാന്ധിജിയുടെ പേരിലുള്ള പദ്ധതിയുടെ പേര് മാറ്റി അവതരിപ്പിക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് രാജ്യത്തുടനീളം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാറ്റം? എന്തിനാണ് ആ നീക്കം? എന്തിനാണ് ഗാന്ധിയുടെ പേര് വെട്ടുന്നത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നതാണ് പുതിയ പദ്ധതി. തൊഴിലുറപ്പ് വേതനത്തിന്റെ 40% ഇനി സംസ്ഥാനം വഹിക്കേണ്ടി വരും. 60% കേന്ദ്ര സർക്കാരും 40% ചെലവ് സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റം. തൊഴിൽ ദിനങ്ങൾ പ്രതിവർഷം 100-ൽ നിന്ന് 125 ദിവസമാക്കി ഉയർത്തും എന്ന് ഈ ബില്ലിൽ പറയുന്നുണ്ട്. നിലവിലെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നതാണ് ഈ ബില്ലിൽ പ്രഖ്യാപിക്കുന്നത്. അധിക ചെലവുണ്ടായാൽ സംസ്ഥാനം വഹിക്കേണ്ടി വരും എന്നത് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതി മേൽനോട്ടത്തിൽ ഉദ്യോഗസ്ഥ പ്രാമുഖ്യത്തിന് വഴിയൊരുക്കുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൂടി ഈ ബില്ലിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ ഒരു രത്നച്ചുരുക്കം. ഗ്രാമീണ മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി 2005-ലാണ് UPA സർക്കാർ ഇതിന്റെ അടിസ്ഥാന പദ്ധതി കൊണ്ടുവരുന്നത്. 2005-ലാണ്. 2005-ൽ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. 2006 മുതൽ ഈ പദ്ധതി നടപ്പാക്കി തുടങ്ങി. 2008-ൽ എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. 2009-ലാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പദ്ധതിക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. ഒന്നാം UPA സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ 20-ാം വർഷത്തിലാണ് അതിന്റെ പേരും രൂപവും ഭാവവും ഒക്കെ മാറ്റിക്കൊണ്ട് കേന്ദ്രം പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേരുമാറ്റം മാത്രമല്ല, പദ്ധതിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഉൾപ്പെടെ മാറ്റം വരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഗാന്ധിജിയുടെ പേര് വെട്ടിമാറ്റുന്നു എന്നത് വലിയ വിവാദമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ പേരൊഴിവാക്കി അവതരിപ്പിച്ച ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് ഇന്ന് ലോക്സഭയിൽ നടന്നത്. മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിൽ അരങ്ങേറിയത്. സഭയ്ക്ക് പുറത്തും വലിയ പ്രതിഷേധം അരങ്ങേറി. ഗാന്ധിജിയുടെ പേരൊഴിവാക്കിയ നടപടിയിൽ പ്രതിപക്ഷ MP-മാർ രാവിലെ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. ഗാന്ധിജിയുടെ പേരൊഴിവാക്കുന്നു. UPA സർക്കാർ കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അവസാനിപ്പിക്കാനുള്ള RSS BJP ഗൂഢാലോചനയാണ് ഈ പുതിയ ബില്ലിന് പിന്നിൽ തുടങ്ങിയ ആക്ഷേപങ്ങളാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. സഭയ്ക്കുള്ളിലും ശക്തമായ വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഗാന്ധിജിയുടെ ചിത്രം ഉയർത്തിയാണ് കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. ബില്ലിനെ അനുകൂലിച്ച് ജയ് ശ്രീറാം വിളികളുമായിട്ടാണ് BJP അംഗങ്ങൾ രംഗത്ത് വന്നത്. ബില്ലിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി സഭയ്ക്കുള്ളിൽ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. സാധാരണക്കാർക്ക് തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ ഉദ്ദേശം തന്നെ തകർക്കുന്ന ബില്ലാണ് ഈ പുതിയ ബില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചത്. ഗാന്ധി തന്റെ കുടുംബത്തിൻ്റെതല്ലെന്നും ഗാന്ധി രാജ്യത്തിൻ്റെതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് വയനാട് MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ബില്ലിനെതിരെ സഭയ്ക്കുള്ളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. मैं नियम 72(1) के तहत इस विधेयक को पुनर्स्थापित करने पर अपनी सख्त आपत्ति दर्ज करना चाहती हूँ। महात्मा गांधी ग्रामीण रोजगार गारंटी कानून पिछले 20 सालों से ग्रामीण भारत को रोजगार देने में और ग्रामीण अर्थव्यवस्था को मजबूत बनाने में सक्षम रहा है। ये एक इतना क्रांतिकारी कानून है कि जब इसको बनाया गया तो सदन के सभी राजनीतिक दलों ने इससे पूरी सहमति दी। इसके द्वारा 100 दिन का रोजगार इस देश के गरीब से गरीब लोगों को मिलता है, हमारे गरीब से गरीब भाई बहनों को। हम सब जनप्रतिनिधि हैं महोदय। जब हम अपने अपने क्षेत्रों में जाते हैं, आप भी जानते हैं, दूर दूर से हमें दिख जाता है कि मनरेगा का कौन मजदूर है। तो सर, मेरा जो इस बिल पर ऑब्जेक्शन है, सर, ये जो कानून है इसके तहत
हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है। ഗാന്ധിജിയുടെ പേര് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വലിയ പ്രതിഷേധമാണ് സഭയ്ക്കുള്ളിൽ ഉയർന്നത്. പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കുന്നത് അധിക്ഷേപിക്കുന്നതിന് തുല്യം എന്നതാണ് ബില്ലിനെ എതിർത്തുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള NK പ്രേമചന്ദ്രൻ MP സഭയിൽ നിലപാടെടുത്തത്. The name of Mahatma Gandhi, the father of nation, his name being removed from the act as well as from the scheme. Sir, I feel that this is an insult to the father of nation. Yes. രാഷ്ട്രപിതാവിനെ അധിക്ഷേപിച്ചു എന്നതാണ് പ്രേമചന്ദ്രൻ അവിടെ തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. ബില്ലിനെ എന്തായാലും നമുക്കറിയാം പല ഘട്ടത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശശി തരൂർ എന്നറിയാം. ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പോലും BJP അഭിനന്ദിച്ചുകൊണ്ട് അത്തരമൊരു ഇരട്ടത്താപ്പ് നിലപാട് തരൂർ സ്വീകരിച്ചു. പക്ഷേ എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉയർത്തിയ പ്രതിഷേധത്തിനൊപ്പമായിരുന്നു തരൂർ. ബില്ലിനെ സഭയിൽ എതിർത്തുകൊണ്ടാണ് ശശി തരൂർ MPയും പ്രതികരിച്ചത്, സംസാരിച്ചത്. ഇത് പദ്ധതിയുടെ ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്നതാണ്, പാവപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ ബാധ്യതയാകും തുടങ്ങിയ കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് എതിരാണ് ഈ ബില്ല് എന്നുകൂടി ശശി തരൂർ സഭയിൽ പറഞ്ഞു. First objection, Mr. Speaker, as with others, is the ill-advised decision to remove the name of the father of the nation for the reasons already given, which I will not repeat. But this is not just an administrative tweak, sir. It's an assault on the very spirit and philosophical foundation of this crucial program. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages. അതേസമയം ഭരണഘടനയ്ക്കെതിരായ നിയമമെന്നാണ് KC വേണുഗോപാൽ സഭയിൽ പറഞ്ഞത്. പുതിയ ബില്ല് ഗ്യാരണ്ടി നൽകുന്നത് കടലാസിൽ മാത്രമെന്ന് പറയുന്നു. 125 ദിവസം തൊഴിൽ ദിനം ലഭിക്കില്ല എന്നൊരു ആശങ്ക കൂടി KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്രമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് വരാം. അതിനു മുൻപ് KCയുടെ വാക്കുകളിലേക്ക്. Basically, Manrega is the right to employment to the common people of this country. That guarantees is there for employment. Guarantee now exists only on paper, sir, through this bill. Sir, this is already members mentioned about the demand-driven to budget cap. Sir, this destroys universal coverage. Sir, the hollow promise of 125 KC വേണുഗോപാൽ സഭയിൽ ഉന്നയിച്ചത്. മാത്രവുമല്ല, കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ രാഷ്ട്രപിതാവിന്റെ പേര് വെട്ടിമാറ്റിയ മന്ത്രിയെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്ന് കൂടി KC വേണുഗോപാൽ സഭയിൽ പറഞ്ഞു. വിദേശ മണ്ണിൽ പോയി ഗാന്ധിജിക്ക് പൂക്കൾ സമർപ്പിക്കുന്ന മോദിയെ പോലുള്ളവരുടെ നടപടിയിലെ പൊള്ളത്തരമാണ് ഈ പുറത്തു വരുന്നത്. ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്തത് RSSന്റെ ശതാബ്ദി വർഷത്തിൽ കൂടിയാണ്. വിഷയത്തിൽ പാർലമെന്റിൽ ശക്തമായി പ്രതികരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഖർഗെ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇടത് MPമാരുടെ നേതൃത്വത്തിലും രാവിലെ പാർലമെന്റിന് മുന്നിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. തങ്ങൾ ഗാന്ധിജിക്കെതിരല്ല എന്നായിരുന്നു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മറുപടി സഭയ്ക്കുള്ളിൽ വന്നത്. തൊഴിൽ ദിനങ്ങൾ കൂട്ടി നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഗാന്ധിജിയുടെ ചിത്രവുമായാണ് പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. എന്നാൽ വലിയ ബഹളത്തിനിടെ ഈ മന്ത്രി ബില്ല് അവതരിപ്പിക്കുന്നു. പ്രതിപക്ഷം റാം എന്ന വാക്കിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സഭയിൽ ചോദിച്ചു. महात्मा गांधी हमारे दिलों में बसते हैं और माननीय अध्यक्ष जी, महात्मा गांधी जी का, पंडित दीनदयाल जी का ये संकल्प था, ये देखो कि जो सबसे पीछे है, കേന്ദ്രമന്ത്രി സഭയിൽ സംസാരിക്കുന്ന സമയത്തുടനീളം വലിയ പ്രതിഷേധമാണ് സഭയിൽ അരങ്ങേറിയത്. രാമരാജ്യമാണ്, മഹാത്മാഗാന്ധിയുടെ പേര് തങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്ന് ചൗഹാൻ പറയുന്നുണ്ട്. രാമരാജ്യമാണ് ഗാന്ധി വിഭാവനം ചെയ്തതെന്ന് പറയുന്നു. രാമരാജ്യം സ്ഥാപിക്കാനാണ് ഈ ബില്ലെന്ന് കൂടി ചൗഹാൻ പറയുന്നു. ഗാന്ധിജിയും ഇതാണ് ആഗ്രഹിച്ചത് എന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധമാണ്
പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ പിന്നീട് അരങ്ങേറിയത്. പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. ബില്ലിനെതിരെ പാർലമെന്റ് വളപ്പിൽ പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം നടന്നത്. ഗാന്ധി ചിത്രങ്ങളുമായും സഭയ്ക്കും അകത്തും പുറത്തുമൊക്കെ പ്രതിഷേധം ഇന്ന് നടന്നു. ആ പ്രതിഷേധം തുടരുമെന്ന സൂചനകളാണ് വരുന്നത്. നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിനും കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനങ്ങളും പുതിയ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഇത് വരുത്തുമെന്നതാണ് എം പി രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന് 4000 കോടി രൂപയാണ് ശരാശരി ഒരു വർഷം ലഭിക്കുന്നത്. 40% സംസ്ഥാനം വഹിക്കണമെന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും ബാധ്യതയായി വരുമെന്നതാണ് മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. എല്ലാ തരത്തിലും കേരളത്തിൽ ദ്രോഹിക്കും. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പൊ 2000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. ഇവിടുന്ന് പൈസ 90% കേന്ദ്രം സ്റ്റേറ്റും മുടക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എം പി രാജേഷും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി സജി ചെറിയാനും അതേ ആശങ്കകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് ഈ ബിൽ അവതരണം മാറിയിരിക്കുകയാണ്. നമുക്കറിയാം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഈ ബിൽ നൽകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും അവർക്ക് കൂടുതൽ പണം കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം അട്ടിമറിക്കുമോ എന്ന വലിയ ആശങ്കയും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കൂലി കൊടുക്കാതെയും വൻതോതിൽ കുടിശ്ശിക വരുത്തിയും തൊഴിൽ ദിനം വെട്ടിക്കുറച്ചും പദ്ധതി അട്ടിമറിക്കാൻ ഇതിനോടകം തന്നെ ശ്രമം നടക്കുന്നു എന്ന വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ അവസ്ഥയൊക്കെ കൂടി വരുന്നത്. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ പദ്ധതി എന്ന് പറയുന്നത് രാജ്യത്ത് പട്ടിണി മരണം ഒഴിവാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചത് ഈ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. പട്ടിണി മൂലമുള്ള കൂട്ട ആത്മഹത്യകൾ, ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള കൂട്ട ആത്മഹത്യകൾ ഒഴിവാക്കിയതിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അങ്ങനെ താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് വലിയ ആശ്വാസം നൽകിയിരുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആശങ്ക ഉയരുന്നത്. അത് അംഗീകരിക്കാനാകാത്തതാണ്. അടിസ്ഥാന ലക്ഷ്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നടപടികളാകണം ഉണ്ടാകേണ്ടത്. ഈ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. ഇത്തരം പദ്ധതികൾ ഗൂഢരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് അതീതമാകുകയും വേണം. എന്തുകൊണ്ട് രാഷ്ട്രപിതാവിന്റെ പേര് ഒഴിവാക്കുന്നു എന്നതിൽ കൃത്യമായ മറുപടിയും വേണം.